എന്റെ പുറകിൽ കാണുന്നതാണ് സ്റ്റീവ് ഇർവിൻ, ലോകപ്രശസ്തനായിട്ടുള്ള മുതലപിടുത്തക്കാരൻ. ഇദ്ദേഹത്തിന്റെ മുതല സ്നേഹവും മുരക സ്നേഹവും എല്ലാം ലോകപ്രശസ്തമാണ്. എന്നാൽ നമ്മൾ പറയുന്നത് പാവങ്ങളുടെ സ്റ്റീവ് ഇർവിനായി മാറാൻ പോകുന്ന ഒരു രാജവെമ്പാലയെ പിടിച്ചു നടക്കുന്ന ശ്രീകാര്യം വാവ സുരേഷിനെ കുറിച്ചാണ്. വാവ സുരേഷിന്റെ പ്രത്യേകത, കഴിഞ്ഞ ഒരു മാസത്തിനിടെ 5ഓളം രാജവെമ്പാലകളെയാണ് ഇദ്ദേഹം പിടിച്ചത്. അങ്ങനെ നാട്ടിലിറങ്ങുന്ന രാജവെമ്പാലകളെയെല്ലാം പിടിച്ച് കാട്ടിൽ കൊണ്ട് വിടുകയാണ് വാവ സുരേഷ്. അഞ്ചലിലും പത്തനംതിട്ടയിലും ഇറങ്ങിയ 2 രാജവെമ്പാലകളെയാണ് കഴിഞ്ഞ ദിവസം വാവ സുരേഷ് പിടിച്ച് കാട്ടിൽ വിട്ടത്. ആ പാമ്പുകളുടെ പ്രകടനം ഒപ്പം വാവ സുരേഷിന്റെയും പ്രകടനമാണ് ഇനി കലൈഡോസ്കോപ്പ് പ്രേക്ഷകരോട് പറയുന്നത്. ഇതാണ് വാവ സുരേഷ്, അറിയപ്പെടുന്ന ഉരകസ്നേഹി. മൂർഖൻ, അണലി തുടങ്ങി അപകടകാരികളായ ഇഴജന്തുക്കളുമായി സുരേഷിന്റെ സഹവാസം ഇതിനകം തന്നെ പ്രസിദ്ധമാണ്. എന്നാൽ ഇതാ ഉരകങ്ങളിലെ ഏറ്റവും വലിയ അപകടകാരി. മനുഷ്യനെ കണ്ടാൽ ഓടിച്ചിട്ട് കടിക്കുന്ന രാജവെമ്പാലയെ തേടിപ്പിടിക്കുകയാണ് സുരേഷ്. ഇപ്പോൾ നാട്ടിലെവിടെ രാജവെമ്പാല ഇറങ്ങിയാലും സുരേഷ് അവിടെ എത്തും. കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചലിലെ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ഏരൂർ എസ്റ്റേറ്റിൽ നിന്നൊരു രാജവെമ്പാലയെ സുരേഷ് പൊക്കി. കാട്ടുപൊന്തയിൽ കിടന്ന രാജവെമ്പാലയെ സുരേഷ് പിടികൂടുന്ന കാഴ്ചയ്ക്ക് മുമ്പുള്ളതാണിത്. നാട്ടുകാർ കാട്ടുപൊന്ത വളഞ്ഞു നിൽക്കുന്നു. എന്നാൽ രാജവെമ്പാല പുറത്തിറങ്ങിയാൽ എല്ലാവരും ഓടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടേക്കാണ് വാവ സുരേഷ് എത്തുന്നത്. സുരേഷിന്റെ മുൻപിൽ രാജവെമ്പാലയുടെ ഒളിച്ചുകളി നടന്നില്ല. ഒരു വളഞ്ഞ കമ്പിയുമായി കാട്ടുപൊന്തയിൽ കയറിയ സുരേഷിനെ കണ്ട് രാജവെമ്പാല പിന്തിരിഞ്ഞെങ്കിലും വാലിൽ പിടുത്തം വീണു. പെരുമ്പാമ്പിനെ വിഴുങ്ങിക്കിടന്ന രാജവെമ്പാലയാണ് ഇവനെന്ന് കണ്ടാൽ പറയില്ല. അത്രയ്ക്ക് പാവം. 14 അടിയിലേറെ നീളമുള്ള ഈ രാജവെമ്പാലയെ സുരേഷ് ട്രോഫി കിട്ടിയ പോലെ എടുത്ത് പൊക്കിയപ്പോൾ നാട്ടുകാർക്ക് അതിലേറെ സന്തോഷം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊരു എണ്ണ ഫാം, 10,000-ഓളം 1,000-12,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവന്റെ ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ബൈ ചാൻസിൽ കടി കിട്ടിക്കഴിഞ്ഞാൽ 30 സെക്കൻഡ് കൊണ്ട് മെമ്മറി, അതായത് നമ്മുടെ ഓർമ്മ പോകുന്നു. 3 മിനിറ്റ് കൊണ്ട് പൂർണ്ണമായിട്ട് ഡെത്ത് സംഭവിക്കുന്നു. ഭയങ്കര, അതായത് ഇതിന്റെ ഒരു മൂർഖൻ പാമ്പ്, സാധാരണ നമ്മുടെ നാട്ടിലുള്ള ഒരു മൂർഖൻ പാമ്പ് ഒരു പ്രാവശ്യം ചെയ്യുന്നതിന്റെ 100 മൈക്രോ ml ഇരട്ടി സ്പീഡിലാണ് ഇവൻ. അതേ പോയിസനാണ് നമുക്ക് ശരീരത്തിൽ തന്നെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ താങ്ങത്തില്ല, പെട്ടെന്ന് ഡെത്ത് സംഭവിക്കുന്നു. 3 മിനിറ്റാണ് ഇതിന്റെ പൂർണ്ണമായിട്ടും. ആനയ്ക്ക് തന്നെ 30 മിനിറ്റ്. ഇതൊന്നും ആരും കടിച്ച് പഠിച്ചതല്ല. ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ ഏരൂർ എസ്റ്റേറ്റിൽ നിന്ന് പിടികൂടിയ രാജവെമ്പാലയെ വനം വകുപ്പിന്റെ സഹായത്തോടെ കുളത്തുപുഴ കട്ടളപ്പാറ ഉൾവനത്തിൽ കൊണ്ടുവിട്ടു.
ഇനി നാട്ടിലിറങ്ങിയാൽ വീണ്ടും സുരേഷ് വന്ന് പിടിക്കുമെന്ന മുന്നറിയിപ്പും രാജവെമ്പാല ചേട്ടന് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം പത്തനംതിട്ട കോന്നി കുമ്മണ്ണൂർ നെടിയകാലയിൽ നിന്ന് ഒരു കുഞ്ഞൻ രാജവെമ്പാലയും സുരേഷ് പിടികൂടി. അപ്പാവൂർ റാവുത്തറിന്റെ പുരയിടത്തിലെ പ്ലാവിലാണ് രാത്രി മുഴുവൻ രാജവെമ്പാല തങ്ങിയത്. ഇവനെയും സുരേഷ് പിടികൂടി ചാലക്കയം വനത്തിൽ വിട്ടു. കുഞ്ഞൻ രാജവെമ്പാലയായതിനാൽ നാട്ടുകാർക്ക് മുന്നിൽ കുസൃതി കാട്ടിയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തും അവൻ കുറെ കളിച്ചു. സുരേഷിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയതോടെ രാജവെമ്പാലയുടെ വാലിൽ പിടിക്കാൻ ഫോറസ്റ്റുകാരുമെത്തി. മടങ്ങും മുമ്പ് കുസൃതി കുഞ്ഞൻ രാജവെമ്പാലയ്ക്ക് സുരേഷ് ഒരു ഉമ്മയും നൽകി. ഇനി കലേഡോസ്കോപ്പ് കാണുവാൻ ഭാഗ്യം ലഭിച്ച രാജവെമ്പാലകൾ ഉണ്ടെങ്കിൽ ഒരു മുന്നറിയിപ്പ്. വാവാ സുരേഷ് ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കുക.